ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹോട്ടലിൽ ഉണ്ടാക്കുന്ന പൊറോട്ട എങ്ങനെ നമുക്ക് അതുപോലെ വീട്ടിലുണ്ടാക്കാം. അതാണ് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പോൾ ഞാനിപ്പോൾ അതിന് വേണ്ടി എടുത്തേക്കുന്നത് 1.5 കിലോ മൈദയാണ്. അതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 മുട്ടയും അതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കാം. 1 ടീസ്പൂൺ ഉപ്പും ആഡ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് അത് കുഴക്കണം. ഞാനിവിടെ ചെയ്യുന്നത് ബീറ്റ്റൂട്ടിൻ്റെ കളറിൻ്റെ വെള്ളമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളർ കിട്ടാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്തെന്നുള്ളൂ. അത് നിങ്ങൾക്ക് വെറുതെ പച്ചവെള്ളം ഒഴിച്ചാലും മതി, കുഴപ്പമില്ല. ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് ബീറ്റ്റൂട്ട് പുഴുങ്ങി അതിൻ്റെ കളർ വെള്ളം എടുത്തിട്ട് അത് മിക്സ് ചെയ്താണ്ട് മാവ് കുഴക്കുന്നത്. നമ്മൾ നേരത്തെ കുഴച്ചത് റെഡ് കളർ, അത് ബീറ്റ്റൂട്ടിൻ്റെ വെള്ളമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളറ് നമ്മൾ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് അടിച്ച പോലെ തന്നെ ക്യാരറ്റിൻ്റെ ജ്യൂസ് എടുത്ത് നമ്മൾ വെള്ളം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുഴച്ച് കഴിഞ്ഞാൽ അത് ഓറഞ്ച് കളറായിട്ട് കിട്ടാവുന്നതാണ്. അതേപോലെ തന്നെയാണ് ഗ്രീൻ കളറ് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. പച്ച ചീര എടുത്തിട്ട് അത് ജ്യൂസ് അടിച്ച് അതിൻ്റെ വെള്ളം എടുക്കുക. ജ്യൂസ് അരിച്ച് വെള്ളം എടുത്തിട്ട് ഇതേപോലെ കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് പച്ച പൊറോട്ട കിട്ടും. ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കളർ ഉപയോഗിക്കാതെ ചെയ്യുന്നു എന്നത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞു തന്നത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓയിൽ പുരട്ടി അടിയിൽ കുറച്ച് ഓയിൽ പുരട്ടണം. കാരണം ഇത് അടിയിൽ പിടിക്കാതിരിക്കാനാണ്. അത് പുരട്ടിയതിന് ശേഷം കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിലും തടവി ഒരു തോർത്തിട്ട് മൂടി വെക്കുക. അരമണിക്കൂർ വരെ ഇതിങ്ങനെ ഇരിക്കണം. അരമണിക്കൂറിന് ശേഷം ഇതേപോലെ മുറിച്ചെടുത്ത് ബോളാക്കി വെക്കുക. ഇതേപോലെ ബോളാക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിന് ഒരേ ബോളാക്കി ഇതേ രൂപത്തിലാക്കിയാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ എല്ലാ ബോളും ഇതേപോലെ എണ്ണ പുരട്ടി 15 മിനിറ്റ് നനഞ്ഞ് തോർത്തിട്ട് മൂടി വെക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരേ ബോൾ എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് പരത്തുക. ഓയിൽ തടവി പരത്തുക. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഓയിലും ഡാൽഡയും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിച്ചാലും നല്ല സ്വാദും നല്ല മണവും കിട്ടുന്നതാണ്. അതിനുശേഷം ഇതേപോലെ നന്നായിട്ട് വീശിയെടുക്കുക. ഞാൻ കൈ വെച്ചേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അത് ശരിക്കും ഒന്ന് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാം. നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഓയിലും കുറച്ച് മൈദയും കൂടിയും ഇതേപോലെ വിതറി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ചുരുട്ടി മടക്കി വെക്കുക. ചട്ടി ശരിക്കും ചൂടായതിന് ശേഷം നമ്മൾ ഇതുപോലെ ഓരോ വീശി വെച്ചേക്കുന്ന ബോൾ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ പരത്തുക. ഇതുപോലെ പരത്തുമ്പോൾ ഓയിൽ നല്ലോണം തടവി പരത്തി നന്നായിട്ട് പരത്തി ആ ചൂടുള്ള ചട്ടിയിലേക്ക് ഇടാം. ഇട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളത് മറിച്ചിട്ടാം. ചട്ടിയിൽ നിന്ന് എടുത്ത് ആ ചൂടോടുകൂടി ഇതേപോലെ നന്നായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ സ്വാദിഷ്ടമായ പൊറോട്ട റെഡിയായി.